ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മയും അതുപോലെ മരുമോളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. രഞ്ജു റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് നമ്മുടെ ഗീതു ചെന്നു. ആ സങ്കടം മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയെ കാണാനായിട്ട് ചെമ്പകശ്ശേരിയിൽ പോയിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് ഗീതു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ ഗീതുവിനെ നോക്കുക കേട്ടോ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു ഗീതു. അപ്പൊ എങ്ങനെയാ മോളെ എന്ന് ചോദിച്ചു അമ്മ. അപ്പോൾ അതിനൊക്കെയുള്ള വഴി ഉണ്ടാകും. എങ്ങനെയെന്ന് എന്തിനാ അറിയുന്നേ? രഞ്ജുവിനെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയാ പോരെ എന്ന് ഗീതു ചോദിക്കുക. അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അവളെ അവിടെ എത്തിച്ചിരിക്കും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഗീതു പറയുമ്പോൾ രഞ്ജു ഒരിക്കലും നിന്റെ അരികിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ രഞ്ജുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നീ അവളുടെ മുന്നിൽ നാടകം കളിക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവളുടെ മുന്നിൽ നാടകം കളിച്ച് ബോധ്യപ്പെടുത്താനാണെങ്കിൽ പണ്ടും നേരെ പല കാര്യങ്ങളും എനിക്ക് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഏതായാലും ഈ നാടകം കളി നമുക്ക് അങ്ങ് തുടരേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം ഗീതു. അവരുടെ മുന്നിൽ വെച്ച് കാണുമ്പോഴേ ഞാൻ ചിലപ്പോൾ ചാടിക്കടിച്ചെന്നൊക്കെ വരും കേട്ടോ. അപ്പൊ ഞാനും തിരിച്ചു കടിക്കുമെന്ന് പറഞ്ഞു അമ്മ. അയ്യോ, കയ്യാങ്കളിയൊന്നും വേണ്ട, വാക്പോരും മതിയേ എന്ന് ഗീതു. എങ്കിൽ അവൾക്ക് മുന്നിലെ വഴക്കടിച്ച് നമ്മുടെ നാടകം നമുക്ക് ഉഷാറാക്കണമെന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാവല്ലോ, എന്തൊക്കെ ഭാവാഭിനയങ്ങളാ മുഖത്ത് തെളിയുന്നത്. ഇങ്ങനെയായിരുന്നെങ്കിലേ പണ്ട് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടെ ഇങ്ങനെ പറയണം. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമ്മ അതിനെപ്പറ്റി അന്ന് ഗോവിന്ദൻ വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമാവുക. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യമൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ഗീതു അവിടുന്ന് പോകുവാണ്. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രഞ്ജുവിനോട് സംസാരിക്കാനായിട്ട് ഉന്തി തള്ളി പറഞ്ഞു വിടുവാണ് അമ്മയെ. അമ്മ അന്നേരം പതുക്കെ അകത്തേക്ക് കയറി ചെന്നു. മോളെ കണ്ടപ്പോൾ ആകെ ഞെട്ടലും ഇതുമായിട്ടിരിക്കുക. അപ്പം ഞാൻ എവിടെയെങ്കിലും 2 ദിവസം സ്വസ്ഥമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് രഞ്ജു അന്നേരം അമ്മയെ കണ്ട പാടെ അങ്ങ് പറഞ്ഞു. പക്ഷെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അമ്മ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. മോളെ, നീ ഇവിടെ ഇങ്ങനെ അനാഥയെ പോലെ കിടക്കുമ്പം ഞാൻ എങ്ങനെയാ അവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതെന്ന് അമ്മ ചോദിച്ചു. നിന്റെ കൂടെ ഇനി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞപ്പം എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതിനോട് ഗോവിന്ദേട്ടനുണ്ട്, എനിക്ക് ഒരു കുറവും വരാതെ എന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഇവര് സംസാരിക്കുന്നത് ഗീതു പുറത്തു നിന്ന് കേൾക്കുക. അപ്പൊ പുറത്തുനിന്ന് കേൾക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ഇതില് ഗീതു നിൽക്കുമ്പോൾ ഇവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഗീതു അതെല്ലാം കേൾക്കും. അവൻ എൻ്റെ മോനാണെന്ന് അവളെങ്ങാനും ഇപ്പം അറിഞ്ഞ എൻ്റെ പ്ലാനിങ് എല്ലാം തകരുമെന്നൊക്കെ മേഡം വിചാരിക്കുന്നു. ശരി, നിനക്ക് എന്നോടുള്ള വെറുപ്പ് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പോകാൻ തുടങ്ങുക. അപ്പം മകൾ എഴുന്നേറ്റിട്ട് പിന്നെ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അത് നിന്നെ കാണാനാ വന്നത്, പക്ഷേ ഞാൻ അടുത്ത് നിൽക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുക. നീ പറയുന്നത് കേട്ട് നിൽക്കാൻ ഞാൻ നിന്റെ കളിപ്പാവയൊന്നും അല്ല. അപ്പൊ ഗോവിന്ദേട്ടൻ എന്നോടുള്ള കരുതലിനെ പറ്റി നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞപ്പം സ്വന്തം അമ്മയുടെ കരുതലും സ്നേഹവും മനസ്സിലാക്കാത്ത നിന്നോട് എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് കയറി വന്നു. ഗീതു കയറി വന്നു ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ മകളും അവിടെ ഉണ്ടല്ലോ, കിട്ടിയൊരവസരമല്ലേ. രഞ്ജുവിന് നിങ്ങളെ കാണുന്ന പോലെ ഇഷ്ടമല്ല, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ ഇവൾക്കൊരു സമാധാനവും കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വന്നിരിക്കുകയാണോ എന്ന് ഗീതു മേഡത്തിനോട് ചോദിക്കുന്നതൊക്കെ രഞ്ജു ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുക കേട്ടോ. ഗീതു, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, പുറത്തു പോണം എന്ന് പറഞ്ഞ് ഗീതു അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക, പ്ലീസ് പോ 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 എന്നുമുള്ള രീതിയിൽ. അപ്പോഴേക്കും എന്താ തുറച്ചു നോക്കുന്നത്? ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങൾ ആദ്യം വരുന്നത് നിങ്ങളെ കാണാൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പം എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടാവുന്നു മേഡം. അല്ലെങ്കിലും നിങ്ങളുടെ ആശ്രയം എനിക്കും രഞ്ജുവിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ കാണുന്നതേ ചില ചോദ്യങ്ങളൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു. ഇവിടെ നിങ്ങളുടെ മകളാണെന്നതിനടക്കം പലതും നിങ്ങൾ മറച്ചു വെച്ചില്ലേ? സ്വന്തം മോളുടെ ജീവിതം തകർത്തില്ലേ? ഇതിനെല്ലാം എണ്ണി എണ്ണി ഞങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ വരൂ, നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വാ. ഉത്തരങ്ങളെല്ലാം കരുതി വെച്ച് ഞാൻ ചെമ്പകശ്ശേരിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക, പോ പോ എന്നുള്ള രീതിയിൽ. അങ്ങനെ മേഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിനക്ക് അവരോട് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് രഞ്ജി ചോദിക്കുക അമ്മ പോയി കഴിഞ്ഞപ്പം. ഇത് ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞേനേന്ന് ഗീതു. സാരമില്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളവരെ കാണുമല്ലോ, അവിടെ എത്തിയിട്ട് ബാക്കിയും കൂടെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞു. രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി. രഞ്ജു വിശ്വസിച്ചു എന്ന് ഗീതുവിനും
സമാധാനമായി. രഞ്ജു എന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാം. ഞാൻ നിനക്ക് കഞ്ഞിയും കൊണ്ട് വന്നതാ, നമുക്കിനി കഞ്ഞി കുടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജുവിന് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കുന്നു. ഈ സമയം ഗോവിന്ദും വരുണും കൂടി അവിടെ ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ നമ്മുടെ വരുണിനെ ഉപദേശിക്കുകയാണ്, ഇനി നിന്റെ ഭാഗത്തു നിന്ന് അശ്രദ്ധയോ ഇതൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞു. അതേ ഞാൻ ഉദ്ദേശിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സുവർണ അങ്ങോട്ടേക്ക് വന്നു ഫയലുമായിട്ട്. അപ്പൊ ആ ഫയലൊക്കെ മേടിച്ച് ഇങ്ങനെ നോക്കുന്നു. വരുൺ നേരെ സുവർണ ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കാം. കിഷോർ ഇതുവരെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ സുവർണ. അപ്പൊ ലീവും വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് നമ്മുടെ ഗോവിന്ദ് ഒന്നും അല്ലാത്ത പോലെ പിന്നെ എന്നൊക്കെയുള്ള രീതിയിൽ ഇരിക്കുക കേട്ടോ. വീട്ടിൽ വിളിച്ചപ്പോൾ അവരിനൊക്കെ പറഞ്ഞത് രാവിലെ തന്നെ അവിടുന്ന് പോന്നു എന്നുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുവാണേ, അപ്പൊ ഗീതവും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്നതാണല്ലോ, ഗീതാഞ്ജലി മേഡവും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സുവർണ, അപ്പൊ സുവർണ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുവർണയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വരുൺ എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ പുറകോട്ട് നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഒരു പണിയായി എന്നുള്ള ഇതില്. വരുൺ ഞാനും ഗീതവും തമ്മിലുള്ള ഇഷ്യൂസ് ഓഫീസിൽ ചർച്ച ചെയ്യാനുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുണിനോട് പറയുവാണ് ഗോവിന്ദ്. പുറത്തിറങ്ങിയ സുവർണ ഇപ്പുറം മാറി നിന്ന് ഒളിച്ചു നിൽക്കുവാണേ. അപ്പൊ മറ്റുള്ളവർക്ക് കഥ ഉണ്ടാക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പം ഇവിടെ എല്ലാവരും രഹസ്യമായിട്ട് പറയുന്ന കാര്യം ഞാൻ ഏട്ടനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സുവർണ കഥ കേൾക്കാൻ വേണ്ടി അപ്പുറം ഒളിച്ചു നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഇതിനെന്തോ ഒരു പ്രതിവിധി എന്നുള്ളത്. അപ്പൊ ഈ സുവർണ അവിടെ നിന്ന് ഒളിച്ച് കേൾക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ക്യാമറയിലൂടെ കണ്ടു. അപ്പൊ തന്നെ സന്തോഷമായി. ഗീതുവും കിഷോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരാ നിന്നോട് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുക ഗോവിന്ദൻ. അപ്പോഴേക്കും വരുൺ പേടിച്ചു കേട്ടോ, ഒന്ന് പേടിച്ചു. അപ്പോഴേക്കും സുവർണ അവിടെ നിന്ന് ഇതൊക്കെ നോക്കുന്നതും കാണുന്നതും ഒക്കെ നോക്കാം. അപ്പോൾ ഈ വിവരം നിന്നോട് പറഞ്ഞത് സുവർണയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സുവർണ അതൊക്കെ അവിടെ നിന്ന് കേൾക്കുമല്ലേ. സുവർണയുടെ ഓരോ ചലനങ്ങളും എന്താണ് നമ്മുടെ ഗോവിന്ദൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാനും തുടങ്ങി. അയ്യോ അല്ല, അവളോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആണോ എന്ന് ചോദിച്ചു. ഇന്ന് തന്നെ അവളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് വെളിച്ചത്താക്കണം, ഇപ്പൊ അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാം. ഇനി അവളെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ വരുൺ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഗോവിന്ദ് ഫോൺ എടുക്കുന്നു, പിന്നെ വിളിക്കുന്നു. അപ്പോഴേക്കും ഗീതു കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കാം. സമയം കണ്ണേട്ടന്റെ കോള് വന്നത്. നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് നീ എപ്പോ ഇറങ്ങിയതാ, എന്നിട്ട് നീ എന്താ ഇതുവരെ ഓഫീസിൽ എത്താത്തതെന്ന് ചോദിച്ചപ്പം ഞാൻ രഞ്ജുവിന് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക. ഒരു എക്സ്ക്യൂസ് എന്നോട് പറയണ്ട, 1/2 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞു ഗീതുവിനോട് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നു. ഇതാരെയോ കാണിക്കാനുള്ള ആക്ടിങ് ആണല്ലോ, അടുത്ത് ആരെങ്കിലും കാണും അല്ലേ, രാധികാമയോ വരുണോ? ഗോവിന്ദ് നേരം ഒരു ചിരി അങ്ങ് ചിരിച്ചു. വരുണിൽ നിന്ന് ആസ്വദിക്കുക ഭയങ്കരമായിട്ട്. മിണ്ടാൻ വയ്യല്ലേ, ശരി അഭിനയിച്ച് തള്ളിക്കോ, ഞാൻ ഏതായാലും രഞ്ജുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടുന്ന് പോരില്ല എന്ന് പറയുമ്പോൾ ഇതിനുള്ള മറുപടി നീ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാവിടി എന്ന് പറഞ്ഞുകൊണ്ടായി ഗോവിന്ദ്. അപ്പോഴേക്കും വരുൺ ഒന്നും അല്ലാത്തതുപോലെ ഇറങ്ങിപ്പോകുന്നു. വരുൺ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും വരുണിന്റെ കൂടെ സുവർണ അങ്ങ് പോയി. ഇതെല്ലാം ക്യാമറയിലൂടെ കാണുവാണ് നമ്മുടെ ഗോവിന്ദൻ. വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വരുൺ പോയി കഴിഞ്ഞപ്പോഴേക്കും മയപ്പെട്ടു ഹലോ എന്ന് വിളിച്ചു. പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം വരുൺ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇപ്പൊ അവൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഗോവിന്ദ് കാണും കേട്ടോ. ഈ ഗൂഢാലോചനയിൽ സുവർണയ്ക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായി എന്ന് പറഞ്ഞപ്പം ഇന്നെന്തായിരുന്നു അവരുടെ പ്രശ്നം? അത് പിന്നെ നീയും കിഷോറും ഒന്നിച്ചാണ് പോയിരിക്കുന്നത് എന്ന് അവർക്ക് വരുത്തി തീർക്കണം, അതിനുള്ള കളികളാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യം ഗോവിന്ദ് പറയണു. എനിക്ക് തോന്നുന്നത് സുവർണ ചേതൻ ഗ്രൂപ്പിന്റെ ഏജന്റ് ആണോ എന്ന്, നിന്നെ മോശക്കാരിയാക്കി എന്നെ തകർക്കാനായിരിക്കും അവളുടെ ശ്രമം എന്നും ഇങ്ങനെ പറഞ്ഞപ്പം സുവർണ ഒരു ചേതൻ ഗ്രൂപ്പിന്റെ ആളല്ല, കണ്ണേട്ടന്റെ രണ്ടാനമ്മയുടെ ഏജന്റാ, അവളാ എല്ലാത്തിന്റെയും പിന്നില്. ആദ്യം രാധികാമ്മയെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജുവിന്റെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ ഗീതു. നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം, എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിലെ ഉത്കണ്ഠയുള്ളൂ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു. നിന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ച് കിഷോർ നിന്റെ നിഴല് പോലെ നിന്റെ പിന്നാലെ ഉണ്ടാകും, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവൻ എൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ ഞാനല്ല അവനാ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു ഗീതു. ഉടനെ നീ ഇങ്ങോട്ടേക്ക് വന്നം, ഞാൻ രേഖയെ വിളിച്ച് രഞ്ജുവിൻ്റെ അടുത്ത് നിർത്തിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞു. നേരം ഗോവിന്ദൻ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അവർ ഫോണിൽ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞു. ശരിയെല്ലാം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഗോവിന്ദൻ നോക്കുമ്പോഴേക്കും വരുണിന്റെ കൂടെ വേറൊരു പെണ്ണും കൂടെ വരുന്നു. എന്നിട്ട് ഇവർ 3 പേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഗീതുവിനെ ഏട്ടൻ തന്നെ നിലയ്ക്ക് നിർത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ അത് വേറൊരു പെണ്ണും ആയിരുന്നില്ല, നമ്മുടെ സുവർണയായിരുന്നു. അങ്ങനെ സുവർണയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഏട്ടനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്,
ഉറപ്പായും ഗീതുവിന്റെ പിടിയിൽ നിന്നും കിഷോറിനെ വേർപെടുത്തി ഏട്ടൻ അവർണയ്ക്ക് കേൾപ്പിച്ച് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് കേട്ടപ്പം കിച്ചുവിനെ ഞാൻ ഒരു പെണ്ണിനും വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞ സുവർണ. അവൻ കിച്ചു എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞപ്പം അവർണിക മേഡത്തിന്റെ സങ്കടം അതെത്രയാണെന്ന് എനിക്ക് മനസ്സിലാകും. ഇനി നിങ്ങളുടെ ഭർത്താവിനൊപ്പം ഗീതുവിനെ കണ്ടാൽ ആ നിമിഷം നിങ്ങൾ കരണം പൊട്ടിക്കണമെന്നുള്ള കാര്യം സുവർണ അവർണികയോട് പറയുന്നു. അപ്പോ എന്റെ ബോസ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവളിപ്പോ ഇവിടെ ആരുടെയും ബോസ് അല്ല, പേരിനൊരു വൈസ് ചെയർമാൻ, അത്ര മാത്രമേ അവൾക്ക് സ്ഥാനമുള്ളൂ. ഗോവിന്ദേട്ടൻ പോലും അവളെ മടുത്തിരിക്കാം. ഭാര്യ എന്ന പദവിയുടെ പേരിൽ അവള് കാണിക്കുന്ന ചില പിടിവാശികൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞപ്പം അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹ. അവർണകയുടെ ഭർത്താവിനെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്നതേ. ഗീതുവിന്റെ കരണത്ത് 2 എണ്ണം കൊടുത്താലും ഏട്ടൻ ഇടപെടാനൊന്നും പോകുന്നില്ല. അവർണകയുടെ സങ്കടം കൊണ്ടാണെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാനുള്ള യക്ഷികളെയൊക്കെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ സുവർണ. അപ്പോഴേക്കും സുവർണയെ ഇങ്ങനെ നമ്മുടെ അവർണിക നോക്കി, അതുപോലെ തന്നെ വരുണും നോക്കി. അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ നമ്മുടെ സുവർണ. അറിയാതെ വായിന്ന് പോയതാണല്ലോ. അപ്പോൾ അതൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം സുവർണ വരുണിനോട് പറയുന്നു. അപ്പോൾ ആരെ കൊല്ലാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു സുവർണ. പക്ഷെ ഒരു യക്ഷിയുടെ കരണത്തൊക്കെ എനിക്ക് പൊട്ടിക്കാൻ പറ്റും, പൊട്ടിക്കണം, എന്നാലേ മര്യാദ പഠിക്കുമെന്ന് സുവർണ പറഞ്ഞു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ പൂർണ്ണ സപ്പോർട്ടും അവർണികയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നേരം വരുൺ നമ്മുടെ അവർണികയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകണം. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവർണിക എങ്കിലിനി ഒരു യക്ഷിയുടെ കരണത്ത് അടി പൊട്ടുമെന്ന് പറഞ്ഞു നമ്മുടെ അവർണിക. കാണണേ എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സുവർണയോട് പറഞ്ഞു. അത്തരം സുന്ദര നിമിഷങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുവർണ അങ്ങ് പോയി. ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ അവർണെ നിൽക്കുക. ആദ്യമായിട്ടാ യക്ഷി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത്. ഇവരുടെ നെറുകം തലയിൽ ആണി ഒടിക്കാ വേണ്ടതെന്നൊക്കെ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രഞ്ജുവിനെ ഭക്ഷണവും കഴിപ്പിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി എല്ലാ കാര്യങ്ങളും നോക്കുക. ഞാൻ രഞ്ജുവിനോട് മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് വരുണും രാധികമ്മെല്ലാം നിന്നോട് ക്രൂരമായി പെരുമാറിയത്. എനിക്കതിൽ കുറ്റബോധം ഉണ്ടെന്ന് കരുതിക്കോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എന്റെ ചോദ്യത്തിന് ഇത് കൃത്യമായൊരു മറുപടിയല്ല. നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഗോവിന്ദേട്ടനെ സ്വന്തമാക്കാൻ വന്നവളെന്ന് തന്നെയല്ലേ ചോദിച്ചപ്പം എന്റെ കണ്ണേട്ടൻ എല്ലാവർക്കും അർഹമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. രാധികാമ്മയ്ക്ക് ആ സ്ഥാനം, വരുണേച്ചിക്ക് അങ്ങനെ, അതുപോലെ പ്രിയമോൾക്ക് അവളുടെ സ്ഥാനം, എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഗീതു പറയാം. അപ്പോഴേക്കും രഞ്ജുവിന്റെ മുഖം അങ്ങ് വാടി. ആ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് രഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഗീതു പറയുവാണ്. അത് കേട്ടപ്പോഴും രഞ്ജു വിഷമിച്ചു. ഞാൻ പ്രിയമോളെ പോലെയാണെന്ന് ഗോവിന്ദേട്ടൻ ഇവളോട് പറഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതറിയാതെ ഗീതുവിനോടൊന്നും സംസാരിക്കാനും വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് രഞ്ജുവിനോട് ഗീതു ചോദിച്ചു. ഒരു തമാശയ്ക്ക് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണെന്ന് രഞ്ജു പറഞ്ഞു. അതേപറ്റി ഒന്നും നമുക്കിനി സംസാരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. നീ പേടിക്കും, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ രഞ്ജു ഇങ്ങനെ ഞെട്ടി. നീ പേടിക്കുന്ന ഒരു ചോദ്യമല്ല, എനിക്കതിന്റെ ഉത്തരം അറിയാവുന്നതാ, എന്നാലും ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനാ. അത് ആ അമാടപ്പെട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ സംസാരിച്ചു. ഞാനും കണ്ണേട്ടനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് നിന്നോട് പറഞ്ഞത് കിഷോർ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ഞെട്ടി. നിന്നേക്കാളും ഞാൻ ആഗ്രഹിച്ചത് നീ എന്താ, എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെയാ അരക്കലുണ്ടായിരുന്ന ആമാടപ്പെട്ടി ഞാൻ നിന്റെ കയ്യിൽ എത്തിച്ചതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആമാടപ്പെട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോഴാ നീയും ഞാനും ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തുന്ന ആ സ്ത്രീയുമായുള്ള ആത്മബന്ധത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. അതായിരുന്നു എനിക്ക് നിന്നോടുള്ള ശത്രുതയ്ക്കുള്ള എല്ലാ കാരണങ്ങളും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ രഞ്ജു പറയണം. നിന്നെയും ഗോവിന്ദേട്ടനെയും ഒന്നിപ്പിക്കാമെന്ന് വാക്ക് തന്നല്ലേ അവർ ബാംഗ്ലൂരിൽ നിന്നും നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ, നടക്കില്ല, അവർ നിന്നെ ചതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അറക്കിലെ ആമാഴപ്പെട്ടി എങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്ന് കൂടി എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പം അത് നീ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു രഞ്ജു. എൻ്റെ അടുത്ത് നിന്റെ വിളച്ചിൽ നടക്കില്ല, 4 ദിവസത്തിനകം ഞാൻ ഈ ദുരൂഹത എന്ത് കണ്ടുപിടിക്കും എന്നൊക്കെ നമ്മുടെ ഗീതു പറഞ്ഞപ്പം ചിരിച്ചോണ്ടിരിക്കുക രഞ്ജു. ഞാൻ അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. രഞ്ജു ഇതൊക്കെ കണ്ടും കേട്ട് ആസ്വദിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്.